ഇത് നമ്മൾ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. ഞാൻ ഇതിനു മുമ്പ് ചിക്കൻ കട്ട്ലേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കട്ട്ലേറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ക്യാപ്സിക്കം ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കട്ട്ലേറ്റിന് വേറൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ഉരുളൻകിഴങ്ങാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം വേണം. ക്യാപ്സിക്കം ഞാനിവിടെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. ഞാനിവിടെ ഗ്രീനും റെഡാണ് എടുത്തേക്കുന്നത്. പിന്നെ സവോള വേണം. അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സവോള, അതും ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വേണം, വെളുത്തുള്ളിയും വേണം, പച്ചമുളകും വേണം. ഞാനിവിടെ 4 വലിയ വെളുത്തുള്ളിയും പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള 3 ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. വെളുത്തുള്ളി കുറച്ചെടുത്താൽ മതി. ഞാനിവിടെ 4 വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. ഇഞ്ചി കുറച്ച് കൂടുതൽ എടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. വെള്ളം ചേർത്തിട്ട് അരയ്ക്കേണ്ട, ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ നല്ല പൊടിയായിട്ട് ചതച്ചിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി വേണം, പിന്നെ മുളകിൻ്റെ പൊടി വേണം. ഈ മസാലപ്പൊടികളൊക്കെ ഞാൻ അതിലേക്ക് ചേർക്കുമ്പോൾ ഓരോന്നിൻ്റെ അളവ് ഞാൻ ആ ചേർക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയാം. പിന്നെ ഗരം മസാലയും വേണം, കുരുമുളകിൻ്റെ പൊടിയും വേണം. ഈ കട്ട്ലേറ്റ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മുട്ടയും വേണം, ബ്രെഡ് ക്രംസും വേണം. ഈ കട്ട്ലേറ്റിൻ്റെ മിക്സ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം, അല്ലെങ്കിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതേന് കട്ട്ലേറ്റ് ആക്കുന്നത്. ഈ കട്ട്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പച്ചമുളക് ചേർക്കുക. ഞാനിവിടെ ഇതേപോലത്തെ നല്ല എരിവുള്ള 3 പച്ചമുളകാണ് ചേർക്കുന്നത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചേർക്കുക. ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർക്കുക. അതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കുക. 4 വലിയ വെളുത്തുള്ളി ചേർക്കുക. ഇത് 3 കൂടിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. ഇത് കട്ട്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഈ ചൂടായ ഓയിലിലേക്ക് ഞാനിവിടെ സവോള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 മീഡിയം സവോളയാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് മുഴുവനും ചേർക്കണ്ട. നമ്മൾ കട്ട്ലേറ്റ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഫ്രഷായിട്ട് കുറച്ച് സവോള ചേർക്കാം. ഇതിനകത്തുനിന്ന് കുറച്ച് ഇപ്പം ചേർക്കാം. ഞാൻ ഇതിനകത്തുനിന്ന് ഒരു 3/4 ഭാഗം ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ക്രഷ് ചെയ്തെടുത്തേക്കുന്നത് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ പച്ച ടേസ്റ്റ് ഒന്ന് പോയും വേണം. സവോള നല്ലൊരു സോഫ്റ്റായിട്ട് വരാൻ വേണം. ഇപ്പോൾ സവോള നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ടേസ്റ്റ് നന്നായിട്ട് പോകണം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ പതുക്കൊന്ന് കുറച്ച് വയ്ക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഇതിനകത്തിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം. അപ്പോൾ മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഗരം മസാല ചേർക്കാം. ഗരം മസാലയും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഗരം മസാലയ്ക്ക് ആദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയും രണ്ടാമത് ചേർത്താൽ മതി. ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ഈ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകും.
ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ചിക്കൻ വേവിച്ചെടുക്കുക. ഈ ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കണ്ട. ആദ്യം നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് മൂടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചിക്കൻ വേവാൻ ആവശ്യത്തിന് വെള്ളം വരും. അങ്ങനെ ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങുമ്പോൾ തീ പതുക്കെ ഒന്ന് കൂട്ടി വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ തീ കൂട്ടി വെക്കരുത്, ഈ മസാലകളൊക്കെ കരിഞ്ഞു പോകും. ഇപ്പോൾ ചിക്കൻ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ റെഡും എടുത്തിട്ടുണ്ട്, ഗ്രീനും എടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് കുറച്ചിപ്പോൾ ചേർക്കാം. ഇതിനകത്തുനിന്ന് ഒരു 3/4 ഭാഗം ചേർക്കാം. ഞാനിത് 2 വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി വെച്ചാണ് എടുത്തേക്കുന്നത്. ഒരു 3/4 ഭാഗം ഇപ്പോൾ ചേർക്കാം. ബാക്കിയുള്ളത് ഈ കട്ട്ലേറ്റിൻ്റെ മിക്സ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്രഷായിട്ട് ചേർക്കാം. ഫ്രഷായിട്ട് കുറച്ച് ക്യാപ്സിക്കവും ചേർക്കാം, സവോളയും ചേർക്കാം. ഈ ഒരു 2 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഈ ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരും. അത് കഴിഞ്ഞിട്ടൊന്ന് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ക്യാപ്സിക്കം ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഞാനിവിടെ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാപ്സിക്കം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ക്യാപ്സിക്കം ഒരുപാട് വേവിക്കരുത്. അങ്ങനെ വേവിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്. മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇതിലേക്ക് മാറ്റി വെച്ചേക്കണ ബാക്കിയുള്ള സബോള ചേർക്കുക. പിന്നെ ക്യാപ്സിക്കം ചേർക്കുക. ഈ ക്യാപ്സിക്കവും ഇത് ഒരു പിടി ക്യാപ്സിക്കം ചേർക്കുക. ഇനി നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടിയും ചേർക്കുക. ഇങ്ങനത്തെ നമ്മൾ ഉരുളൻകിഴങ്ങും കൂടിയും ചേർത്തിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടാവും. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയും ചേർക്കുക. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർക്കുക. ഞാനിവിടെ ഇതേപോലത്തെ 2 വലിയ ഉരുളൻകിഴങ്ങാണ് ചേർക്കുന്നത്. ഏറ്റവും ആദ്യം 2 ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമതും ചേർത്താൽ മതി. അത് കറക്റ്റായിട്ടൊരളവ് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കുഴച്ച് നോക്കുക. അപ്പോൾ കൈ മുട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ചും കൂടി ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കയ്യിലെടുത്തിട്ട് ഇതിങ്ങനെ ഉരുളയാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചും വെള്ളം പോലെ ഇരിക്കുന്നത്. ഇനി അത് കുറച്ചും കൂടി ഉരുളൻകിഴങ്ങ് ചേർക്കാം. അതിലേക്ക് ഒരു ഉരുളൻകിഴങ്ങിൻ്റെ പകുതിയും കൂടിയും ചേർക്കുന്നുണ്ട്. ആ ചിക്കൻ നിങ്ങൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടും ചിക്കനിൽ വെള്ളം ഉണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് വെള്ളം നന്നായിട്ട് വറ്റിച്ച് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ക്യാപ്സിക്കം ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങളത് മിക്സിയിലിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഭയങ്കര വെള്ളം പോലെ ഇരിക്കും. പിന്നെ മിക്സ് നിങ്ങൾക്ക് ശരിക്ക് കിട്ടില്ല. ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കൈമുട്ടി പിടിക്കാണ്ട് ഇതേപോലെ നന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇത് കട്ട്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പരത്തിയെടുക്കുക. അത് നിങ്ങൾക്ക് വേറെ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്പൂണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേറെ ഷേപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മിക്സ് ഞാനിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മുഴുവൻ കട്ട്ലേറ്റ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കണില്ല. നമ്മൾ കഴിക്കുമ്പോൾ ചൂടോടുകൂടി കഴിക്കണം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. ഇനി കട്ട്ലേറ്റ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഒന്നല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാം. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ മിയ കിച്ചൻ ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രെഡ് ക്രംസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കിട്ടും. കട്ട്ലേറ്റ് ഓരോന്നും എടുത്തിട്ട് ഏറ്റവും ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യണം. മുട്ട ഈ കട്ട്ലേറ്റിൻ്റെ എല്ലായിടത്തും ആവണം. അത് കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. ബ്രെഡ് ക്രംസും ഇതിൻ്റെ എല്ലായിടത്തും ആവണം. ഇതിൻ്റെ സൈഡിലും ആവണം. കട്ട്ലേറ്റ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കട്ട്ലേറ്റ് വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിലേക്ക് കട്ട്ലേറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ തീ പതുക്കെ ഒന്ന് കുറച്ച് വെക്കണം. അല്ലെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. കട്ട്ലേറ്റ് ശരിക്കും മുരിഞ്ഞു കിട്ടില്ല. ഒരു സൈഡ് തന്നെയിട്ട് മുരിച്ചെടുക്കാണ്ട് 2 സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് മുരിച്ചെടുക്കുക.
അതെപ്പോൾ നിങ്ങൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴായിരുന്നാലും അതേപോലെ ചെയ്യും. അപ്പോഴായിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ശരിക്കും മുരിഞ്ഞിട്ട്. ഇത് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. നിങ്ങൾ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റുന്ന സമയത്ത് തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലെങ്ങാനും ഓയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഓയിലൊക്കെ പുറത്തേക്ക് വരും. ഈ ഒരു കട്ട്ലേറ്റ് മാത്രമാണ് ഞാനിവിടെ വേറെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ കട്ട്ലേറ്റിന് സാധാരണ നമ്മൾ ചിക്കൻ കട്ട്ലേറ്റ് കഴിക്കുന്ന ഒരു ടേസ്റ്റല്ല ഈ കട്ട്ലേറ്റിന്. ഇതിലേക്ക് നമ്മൾ ആ ക്യാപ്സിക്കൊക്കെ ചേർത്തിട്ട് ഇത് അരച്ചെടുത്തേക്കണേനും ഇതിന് നമ്മൾ ആ ചില്ലി ചിക്കൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. എൻ്റെ എല്ലാ റെസിപ്പികളും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇത് ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. പിന്നെ കട്ട്ലേറ്റൊക്കെ എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കൊടുക്കുക. നേരത്തെ കൂട്ടി ഉണ്ടാക്കി വെക്കരുത്. അപ്പോൾ കട്ട്ലേറ്റിന് ടേസ്റ്റ് ഉണ്ടാവില്ല.